ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. യുക്രൈന്റെ വ്യോമ പ്രതിരോധം, ദീർഘദൂര ആക്രമണ ശേഷി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ശനി, ഞായർ ദിവസങ്ങളിൽ ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് US സന്ദർശനം സംബന്ധിച്ച് സെലൻസ്കിയുടെ പ്രഖ്യാപനം. У нас були дві розмови з президентом Трампом. Ми обговорювали, в принципі, ті питання, про які ви сказали. Ми обговорювали російські атаки на нашу енергетику, цивільну інфраструктуру. Ми обговорювали питання ППО, обговорювали питання енергетики. Це виклик, це зрозуміло. Також ми говорили про нові далекобійні спроможності України. І ми про це з ним говорили детально. Нам не вистачило одного дзвінку. Ми домовились наступного дня. В неділю ми в більш ширшому колі говорили з ним і обговорювали вже більші деталі саме тих викликів і саме того, що ми хочемо і чого очікуємо від Сполучених Штатів Америки, де ми бачимо їх підтримку. Ми обговорили поле бою, співпадає, що у Росії нічого не виходить. Ми обговорили деякі питання такі сенситивні, і цієї розмови нам не вистачило, хоча вона була предметна. Команда вже поїхала, прем'єр-міністр Юлія Сверденко, голова Офісу Андрій Єрмак, голова Ради національної безпеки і оборони Рустем Умєров і деякі представники нашого дипломатичного сектору. Вони поїхали, буде кілька зустрічей, ну і я на цьому тижні зустрінусь в Вашингтоні з президентом Трампом. Я думаю, що нам потрібно обговорити послідовність кроків, які я хочу запропонувати президенту. സെലൻസ്കിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി യുക്രൈൻ പ്രധാനമന്ത്രി യൂലിയ സെറെൻകോയുടെ നേതൃത്വത്തിലുള്ള സംഘം US സന്ദർശിക്കും. മോസ്കോയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള US നിർമ്മിത ദീർഘദൂര മിസൈൽ നൽകണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു. സൈനിക താവളങ്ങളെ മാത്രമേ ആക്രമിക്കുകയുള്ളൂവെന്നും യുക്രൈൻ ഉറപ്പു നൽകി. റഷ്യയിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്നതിന് ദീർഘദൂര ടോമാഹോക്ക് മിസൈൽ യുക്രൈന് നൽകുന്നത് പരിഗണിക്കുമെന്ന് തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ട്രംപിനോട് ഞങ്ങളുടെ കടപ്പാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഫോണിലൂടെ ചർച്ച ചെയ്യേണ്ടതല്ല. അതിനാൽ ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തുമെന്നും സെലൻസ്കി പറഞ്ഞു. അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം 200-ലേറെ താലിബാൻ ഭീകരരെ കൊലപ്പെടുത്തിയെന്ന് പാകിസ്ഥാൻ. അതിർത്തിയിലെ പോരാട്ടത്തിൽ അവകാശവാദങ്ങൾ തുടർന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. പാക് സൈന്യം 200-ലേറെ താലിബാൻ ഭീകരരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത്. കൊല്ലപ്പെട്ടവരിൽ ഭീകരരും ഉൾപ്പെട്ടുവെന്ന് പാക് സൈന്യം വ്യക്തമാക്കി. താലിബാൻ ക്യാമ്പുകൾ, പോസ്റ്റുകൾ, തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ, അഫ്ഗാൻ പ്രദേശത്തു നിന്ന് പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയ്ക്കെതിരെ പാകിസ്ഥാൻ സൈന്യം കൃത്യമായ ആക്രമണങ്ങളും റെയ്ഡുകളും നടത്തിയതായി ജിയോ TV റിപ്പോർട്ട് ചെയ്തു. അതിർത്തിയിലെ നിരവധി താലിബാൻ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. അതിർത്തിയിലെ അഫ്ഗാൻ ഭാഗത്തുള്ള 21 സ്ഥാപനങ്ങളും പിടിച്ചെടുത്തു. പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും സുഗമമാക്കാനും ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ നശിപ്പിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നടപടികളെ സ്വയം പ്രതിരോധമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. ഇനിയും എന്തെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടായാൽ ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയും ഖത്തറും സമാധാനം പാലിക്കാൻ ആഹ്വാനം ചെയ്തു. നേരത്തെ കാബൂൾ ആക്രമണത്തിന് പകരമായി താലിബാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ കുറഞ്ഞത് 58 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി താലിബാൻ അവകാശപ്പെടുന്നു. പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ISന്റെ സാന്നിധ്യത്തിന്റെ നേരെ കണ്ണടച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന് തങ്ങളുടെ വ്യോമകര അതിർത്തികൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. ഒരാക്രമണത്തിന് മറുപടി നൽകാതിരിക്കുകയില്ല. പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട IS അംഗങ്ങളെ പുറത്താക്കുകയോ അഫ്ഗാന് കൈമാറുകയോ ചെയ്യണം. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും IS ഗ്രൂപ്പ് ഭീഷണിയാണെന്നും താലിബാൻ പറഞ്ഞു. ചെറുവിമാനം തകർന്ന അപകടം. ബോസ്റ്റണിലെ മസാച്യുസെറ്റ് ഹൈവേയിൽ ചെറുവിമാനം തകർന്നു വീണ് 2 പേർ മരണപ്പെടുകയും ഹൈവേയിലുണ്ടായ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബോസ്റ്റണിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ഡൗട്ട്മാർത്ത് എന്ന സ്ഥലത്ത് തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. ശക്തമായ കാറ്റും മഴയുമാണ് അപകടമുണ്ടാകാൻ കാരണമായി കണക്കാക്കുന്നത്. ന്യൂ ബെഡ്ഫോർഡ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന സെക്കാറ്റ TBM 700 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്.
കനത്ത മഴയും കാറ്റും മൂലം വിമാനം തിരികെ ന്യൂ ബെഡ്ഫോർഡ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കാമെന്നും എന്നാൽ വിമാനത്തിൽ നിന്ന് ആരും രക്ഷപ്പെട്ടതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. അപകട സമയത്ത് ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയെന്ന് പാക് പ്രധാനമന്ത്രി. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തലിലേക്ക് നീങ്ങുന്നതിനും ട്രംപ് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു. വേദിയിലുണ്ടായിരുന്ന ലോക നേതാക്കളെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്ഭുതപ്പെടുത്തി. Not only, who knows, India and Pakistan are both nuclear powers. Had he not intervened along with his wonderful team, during those 4 days, the war could have escalated to a level. Who would have lived to tell what happened? And similarly, here in this part of the world, in the Middle East, Mr. President, your valuable contribution along with President Sisi, I think history will remember in golden words. I wouldn't say more except God bless you, God give you long life to serve like this for all time to come. Thank you very much. Very kind. ട്രംപിനെ കുറിച്ചുള്ള പാക് പ്രധാനമന്ത്രിയുടെ പ്രശംസ വായ്പൊത്തി അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടയുന്നതിനും വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും നൽകിയ അസാമാന്യ സംഭാവനകൾക്ക് പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തുവെന്ന് ഷെരീഫ് പ്രഖ്യാപിച്ച നിമിഷം മെലോണി കൈകൊണ്ട് വായ പൊത്തുന്നതും ഷെരീഫ് ട്രംപിനെ പ്രശംസിക്കുന്നത് തുടർന്നപ്പോൾ കൈ താഴ്ത്തി ഗൗരവഭാവം നിലനിർത്തുന്നതുമായ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. മഡഗാസ്കറിലും ജെൻസി പ്രക്ഷോഭം, പ്രസിഡന്റ് പലായനം ചെയ്തു. യുവാക്കളുടെ നേതൃത്വത്തിൽ 3 ആഴ്ചയായി നടന്നുവന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് സൈനിക അട്ടിമറിയും പ്രസിഡന്റിന്റെ പലായനവും ഉണ്ടായത്. തിങ്കളാഴ്ച വൈകുന്നേരം പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ സൈനികർ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരക്ഷണ കേന്ദ്രം പിടിച്ചെടുത്തതിനെ തുടർന്ന് പരിപാടി റദ്ദാക്കുകയായിരുന്നു. ഇതോടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള പ്രസിഡന്റ് ആൻഡ്രി രാജോലിനയുടെ ശ്രമം പരാജയപ്പെട്ടു. രാജ്യത്ത് തുടരുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം രാജ്യം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രഞ്ച് സൈനിക വിമാനത്തിൽ കയറി രാജോലിന ഞായറാഴ്ച രാജ്യത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ രാജോലിന എവിടെയാണുള്ളതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടില്ല. നിയമവിരുദ്ധമായ ബലപ്രയോഗത്തിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമം നടന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് നേരത്തെ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ആരോപിച്ചിരുന്നു. 2009 രാജോലിനെ അധികാരത്തിലെത്താൻ സഹായിച്ച സൈന്യത്തിലെ ഒരു വിഭാഗമാണ് ഇത്തവണ അദ്ദേഹത്തെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. കപ്പാസാറ്റ എന്ന സൈനിക വിഭാഗം എല്ലാ സായുധ സേനയുടെയും നിയന്ത്രണം ഏറ്റെടുത്തതായി അറിയിച്ചു. അട്ടിമറി തടയാൻ ശ്രമിച്ച സർക്കാരിനെ അനുകൂലിക്കുന്ന സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും ഇവർ വ്യക്തമാക്കി. എന്നാൽ രാജ്യത്ത് സൈനിക അട്ടിമറി നടന്നുവെന്ന വാർത്തകൾ കപ്പാസാറ്റ കമാൻഡറായ കേണൽ മൈക്കൽ റാൻഡറിനെ നിഷേധിച്ചു. ജനങ്ങളുടെ ആഹ്വാനത്തിന് സൈന്യം മറുപടി നൽകുകയാണ് ഉണ്ടായതെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശദീകരണം. ഫ്രാൻസിന്റെ മുൻ കോളനിയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് രാജ്യമായ മഡഗാസ്കർ. പ്രസിഡന്റ് രാജോലിനെ രാജ്യം വിടാൻ സഹായിച്ചുവെന്ന ആരോപണങ്ങൾ ഫ്രാൻസിനെതിരെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോട് ഫ്രാൻസ് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. ജലവൈദ്യുത ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 25-നാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. ജെൻസി മഡഗാസ്കർ എന്ന പേരിൽ ജെൻസി പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ പ്രകടനങ്ങൾ പിന്നീട് അഴിമതിക്കും അസമത്വത്തിനും എതിരായ രാജ്യവ്യാപക പ്രക്ഷോഭമായി വളർന്നു. 20 വയസ്സിൽ താഴെ ശരാശരി പ്രായമുള്ള മഡഗാസ്കറിൽ ഏകദേശം 3.5 കോടി ജനങ്ങളുണ്ട്. ഇതിൽ 3/4 ഭാഗവും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. രാജ്യത്തെ ഈ അസമത്വം ജനങ്ങളിൽ ഉണ്ടാക്കിയ അതൃപ്തിയാണ് ഭരണകൂട വിരുദ്ധ കലാപമായി മാറിയത്. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.